റിയോ പ്ലാന്റ് ടവർ എങ്ങനെ വളരെ ഈസിയായി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലാണ്. സീറോ കോസ്റ്റ് മതി നല്ല ഭംഗിയിൽ വളരാൻ. എൻ്റെ വീട്ടിൽ തറയിൽ നട്ടിരുന്ന റിയോ പ്ലാന്റാണിത്. ഈ തറയിൽ കുറച്ചേ ഉള്ളൂ, നമുക്ക് അത് എടുക്കാം. ഇനി ഇത് കൂടാതെ ഒരു പോട്ടിലും കൂടി ഇരിപ്പുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ തെറ്റിയുടെ കൂടെ നിൽക്കുന്ന റിയോ പ്ലാന്റാണ്. ഇത് ഞാൻ നട്ടതായിരുന്നില്ല. അതിൽ ഒരു ചെറിയ കമ്പെങ്ങനെയോ പൊടിച്ചു. അത് മഴ പെയ്തപ്പോൾ നന്നായി തഴച്ചു വളർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് റിയോ പ്ലാന്റ് ടവർ ഉണ്ടാക്കാമെന്ന്. അതിൽ നന്നായി തഴച്ചു വളർന്ന് നിൽപ്പുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇത് പിഴുതു മാറ്റാം. ഇത് നമ്മുടെ തറയിൽ നിന്ന് കിട്ടിയ റിയോ പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ പോട്ടിൽ നിന്നും കിട്ടിയ റിയോ പ്ലാന്റ്. ആദ്യമായി നമുക്ക് ഈ പോട്ട് നിറയ്ക്കാനുള്ള പോട്ടി മിക്സ് ഉണ്ടാക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ കയ്യിൽ തോനെ കമ്പോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് കൂടുതലായി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കമ്പോസ്റ്റ് കുറവാണെങ്കിൽ കുറച്ചിട്ടതിന് ശേഷം കൂടുതൽ ചകിരിച്ചോറ് ഇട്ട് കൊടുത്താലും മതി. കുറച്ച് ചകിരിച്ചോറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു. ടവർ ആയതുകൊണ്ട് തന്നെ തോനെ മണ്ണിടരുത്. കുറച്ച് മണ്ണിട്ടിട്ട് ബാക്കി ചകിരിച്ചോറിട്ടാലും മതി. ചകിരിച്ചോറില്ലെങ്കിൽ ചകിരി കട്ട് ചെയ്തതിന് ശേഷം അത് കഴുകി നമുക്ക് ചകിരിച്ചോറായി ഉപയോഗിക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നതാണ്. ഈ 3 ബോട്ടിലാണ് നമ്മൾ ടവർ ഉണ്ടാക്കാനായി എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ 3 ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 3 ബോട്ടിലും നമുക്ക് കൊണ്ടുപോയി ഹോളിടാം. നേരത്തെ നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു മണ്ണ്. ഇപ്പോൾ കുറച്ച് മണ്ണും കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നു. ഇനി നന്നായി നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ചെടിച്ചട്ടി എടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഇത്രയും വലിപ്പമുള്ളതില്ലെങ്കിലും സാരമില്ല, നിങ്ങളുടെ കയ്യിൽ ഉള്ള ചെടിച്ചട്ടി എടുത്താൽ മതി. ഇനി അതിലോട്ട് നമ്മൾ ഒരു കമ്പി വെച്ച് കൊടുക്കുന്നു. എൻ്റെ വീട്ടിൽ ഇവിടെ വേസ്റ്റായി കിടന്ന കമ്പിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കമ്പി ഇല്ലെങ്കിൽ വേഗം ഒടിഞ്ഞു പോവാത്ത കമ്പ് വെച്ചാലും മതി. നമുക്ക് വേണമെങ്കിൽ ഇത് സിമൻ്റ് ഇട്ട് ഉറപ്പിക്കാം. ഞാൻ പക്ഷേ മണ്ണിട്ട് മാത്രം ഉറപ്പിച്ച് നിർത്തുന്നു. ഇതിലോട്ട് നമുക്ക് ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇതുപോലെയൊക്കെ ചെടി നടാറുണ്ടോ? കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുപോലെയൊന്നും ചെടി നട്ടിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ നട്ടു നോക്കൂ. വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചെടി നടുമ്പോൾ അത് കാണാൻ നല്ല രസമായിരിക്കും. ഇത് വേഗം പിടിച്ചു കിട്ടുന്ന ചെടിയാണ്. ഇനി നമുക്ക് അടുത്ത ബോട്ടിൽ വയ്ക്കാം. ഞാൻ വലിപ്പത്തിനനുസരിച്ചാണ് ബോട്ടിൽ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പലതരത്തിലുള്ള ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണുള്ളത് ആ ബോട്ടിൽ വെച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ചെറുതും വലുതും ഇടത്തരവുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിലോട്ട് നമുക്ക് മണ്ണ് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നിറച്ച ശേഷം അതിലോട്ട് നേരത്തെ കാണിച്ചതുപോലെ നമുക്ക് ചെടികൾ വയ്ക്കാം. ഒരു പോട്ടും പിന്നെ അതിൻ്റെ മുകളിൽ 3 ബോട്ടിലുമാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ പോട്ടിൻ്റെ സൈഡിലായും പിന്നെ ഈ ബോട്ടിലിൻ്റെ ഹോളിലും ഒക്കെ നമ്മൾ ഈ ചെടി വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ? നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം. പ്ലാന്റ്സ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.